കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ ദിവസമായിട്ട് ഈ വിഷയം കൃത്യമായി നിരീക്ഷിക്കുന്നവരും ഈ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളുമാണ് നിങ്ങൾ, പൊതുവിൽ കേരളീയ സമൂഹവും. കഴിഞ്ഞ ദിവസങ്ങളിൽ സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായങ്ങൾ, നിലപാടുകൾ ഞങ്ങളുടെ സിൻഡിക്കേറ്റിൻ്റെ കൺവീനറായിട്ടുള്ള ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ വ്യക്തമായി പറയുകയുണ്ടായി. ഇന്നലെ സിൻഡിക്കേറ്റിൽ ഉണ്ടായ സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയും കോടതി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ നിയമപരമായി അത്തരമൊരു വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ കോടതിയുടെ മറ്റു കാര്യങ്ങളും നടപടികളുമൊക്കെ കഴിയുന്ന മുറയ്ക്ക് അതിനെ സംബന്ധിച്ച വിശദീകരണം കൃത്യമായിട്ടും നിങ്ങൾക്ക് തരും. ഇപ്പോൾ സ്വാഭാവികമായും ഒരു നിയമപരമായ ഒരു കാര്യത്തിലൂടെ പോകുന്ന ഒരു വിഷയത്തിന്മേൽ സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിലും അക്കാര്യത്തിൽ മറ്റ് വിശദീകരണങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ ഇക്കാര്യം വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തെയാണ് മൂന്നംഗ സമിതിയെ ഇന്നലെ പ്രത്യേകമായി ചേർന്നിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗം, വിസിയുടെ അസാന്നിധ്യത്തിൽ ചേർന്നിട്ടുള്ള സിൻഡിക്കേറ്റ് യോഗം ഡോക്ടർ ഷിജു ഖാനെയാണ് ഈ അന്വേഷണത്തിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുള്ളത്. മൂന്നംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. അതായത് ഭാരതാംബ കാവിക്കോടി ഏന്തിയ ഭാരതാംബ ചിത്ര വിവാദം മുതൽ വിസിയുടെ രജിസ്ട്രാർ സസ്പെൻഷനിലേക്ക് എത്തിയ കാര്യങ്ങൾ വരെ വിശദമായി അന്വേഷിക്കാനാണ് ഷിജു ഖാന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. ഏതായാലും ഈ വൈസ് ചാൻസലറുടെ സസ്പെൻഷന് വിധേയമായിട്ടുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരിച്ചെടുത്ത കാര്യം സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വഴി ഹൈക്കോടതിയെ ഇന്നിപ്പോൾ അറിയിക്കുന്നു. അല്പസമയത്തിനോടകം തന്നെ ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കും. അപ്പോൾ ഹൈക്കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഈ ഹർജിയുമായി മുന്നോട്ടില്ല എന്നുള്ള കാര്യം കൂടി രജിസ്ട്രാർ അറിയിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ. അതേസമയം ഔദയിൽ പ്രവേശിച്ചിരിക്കുകയാണ്.